നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. പുരാതനമായും വൈദിക ശാസ്ത്രങ്ങളിൽ ഒന്നായി പോലും എണ്ണപ്പെടുന്ന ഒന്നാണല്ലോ ജ്യോതിഷം. ജ്യോതിശാസ്ത്രപരമായ അളവുകളുടെയും കണക്കുകളുടെയും ശാസ്ത്രമായി ഉരുത്തിരിഞ്ഞ ഒന്ന് ഇന്ന് വെറും മനുഷ്യന്റെ ഭൗതിക ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും അതിൽ വരുന്ന സംഭവവികാസങ്ങളിലെയും ജനനം, മരണം, വിവാഹം, ജോലി തുടങ്ങിയ പല ഭൗതിക കാര്യങ്ങളുടെയും പ്രവചനത്തിന്റെയും അതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പോലും കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു രീതിയിലേക്കും ഇത് മാറപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ജ്യോതിഷം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് അതൊരു ശാസ്ത്രമായാലും ഒരു പ്രവൃത്തി മേഖലയായാലും ഒരു അറിവായാലും എങ്ങനെ എടുത്താലും അതിനെക്കുറിച്ച് സാറിന്റെ വീക്ഷണങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാമോ? ഭാവി അജ്ഞേയമായതുകൊണ്ട് അത് അറിയാനുള്ള ഇച്ഛ എന്നും മനുഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നാളെ എനിക്ക് എന്ത് സംഭവിക്കും എന്ന് അറിയാൻ നിവൃത്തിയില്ലായക. ഒരു കാര്യവും എങ്ങനെയാണ് നാളെ ഇരിക്കുക എന്ന് തിട്ടപ്പെടുത്താൻ മനുഷ്യന് ഈ ഏറ്റവും പുതിയ ശാസ്ത്രീയ യുഗത്തിൽ പോലും നിവൃത്തിയില്ല എന്നുള്ളതും നമുക്കറിയാം. സംഭവിക്കുന്ന കാര്യങ്ങളുടെ എല്ലാ കാരണങ്ങളും കണ്ടെത്തി ആ 100,000 കാരണങ്ങളൊക്കെ ഒരേ സമയം നിരീക്ഷിച്ച് അത് ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി അതിൻ്റെയൊക്കെ പരിണതി മുൻകൂട്ടി വിഭാവനം ചെയ്ത് കണക്ക് കൂട്ടി എടുത്താൽ മാത്രമേ നാളെ എന്തുണ്ടാവും എന്ന് അറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ നിയാമക ശക്തികൾ ഏതൊക്കെയാണെന്ന് പോലും നമുക്ക് തിട്ടമില്ലാത്ത ഒരവസ്ഥയിൽ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഏത് ഭാഗത്തും സംഭവിക്കാവുന്ന ഏത് ചെറിയ ചലനവും നമ്മെ ബാധിച്ചേക്കാം എന്നിപ്പോൾ സയൻസ് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കയോസ് തിയറി ഒക്കെ വന്ന കാലത്ത് ഇത് ഒരിക്കലും സാധ്യമല്ലാത്ത പ്രവചനമാണ് എന്ന് നമുക്ക് ബോധ്യമായിട്ടും ഉണ്ട്. അതായത് സയൻസിനെ കൊണ്ട് ആവില്ല എന്നർത്ഥം. അപ്പോൾ സയൻസിനെ കൊണ്ട് ആവില്ല എന്ന് വന്ന ഒരു പരിസ്ഥിതിയിൽ പഴയ ആവലുകൾക്ക് പ്രസക്തി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് മനുഷ്യൻ്റെ പുറത്തുള്ള പ്രകൃതിയുടെ സ്വാധീനങ്ങൾ എന്ന് അന്വേഷിച്ച് അറിഞ്ഞിട്ട് അത് കണക്ക് കൂട്ടി മുൻകൂട്ടി പറയാനുള്ള സംവിധാനം, അതാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ഇത് പുരാതനമായ ഒരു അറിവാണ്. അതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ജ്യോതിശാസ്ത്രപരമായ ഒരു ഭാഗം, 2 അതിനപ്പുറത്തേക്ക് പോകുന്ന സാങ്കല്പികമായ ഏതോ ശക്തികളുടെ പ്രഭാവത്തെക്കുറിച്ചുള്ള ഒരു ഭാഗം. ജ്യോതിശാസ്ത്രപരമായ ഭാഗം ശരിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങൾക്കും ഒക്കെ തന്നെ നക്ഷത്രങ്ങൾക്ക് പോലും ഗുരുത്വാകർഷണമുണ്ട് എന്നും മറ്റ് ശക്തികൾ അവ പ്രസരിപ്പിക്കുന്നുണ്ട് എന്നും അവയൊക്കെ തന്നെ എല്ലാം കൂടെ ചേർന്ന് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളിലും അല്ലാത്തവയിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഓരോ ഗ്രഹത്തിൻ്റെയും ആകർഷണ ശക്തി നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, എത്ര കണ്ട് ബാധിക്കുന്നു എന്നും നമുക്കിപ്പോൾ അവയുടെ ഭ്രമണപഥങ്ങൾ നോക്കി അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഒന്നുണ്ട് എന്നറിയാൻ ദൂരെ എങ്ങും പോണ്ട, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ നോക്കിയാൽ മതി. ഒരുപാട് ജീവികളുടെ ഇണചേരലും പ്രസവവും ജീവനും മരണവും ഒക്കെ തന്നെ ഈ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് നമുക്കറിയാം. ഒന്നും വേണ്ട, വേലിയേറ്റവും വേലിയിറക്കവും വരുന്ന സമയങ്ങളിൽ രക്തചംക്രമണത്തിലും മനുഷ്യൻ്റെ വിനാളഗ്രന്ഥികളുടെ സ്രവണങ്ങളിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നും നമുക്കറിയാം. നിലാവുള്ളവരടുത്ത് കിടന്നുറങ്ങിയാൽ എന്താണ് ഉണ്ടാവുക നമുക്ക് അനുഭവബോധ്യമുണ്ടാവും. അങ്ങനെ ചന്ദ്രൻ്റെ കൃത്യമായ സ്വാധീനം നമുക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ, വലിയ ഗ്രഹങ്ങളുടെ, വ്യാഴം പോലെയൊക്കെയുള്ള ഗ്രഹങ്ങളുടെ വലിയ ആകർഷണ ശക്തി, ഗുരുത്വാകർഷണ ശക്തി നമ്മെ തീർച്ചയായും ബാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഏതൊരു സമയത്താണോ ജനിച്ചത് ആ സമയത്ത് ഈ ഗ്രഹങ്ങളൊക്കെ ഏത് സ്ഥാനങ്ങളിലായിരുന്നു എന്ന നില, ആ നിലയാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദർശപരമായ മാതൃകാപരമായ ഗുരുത്വാകർഷണ നില. പക്ഷേ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്, ഈ ആകർഷണങ്ങൾ മാറി മാറി വരുന്നത് കൊണ്ട് ഇയാളുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറി മാറി വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ മാറി മാറി വരുന്നതിനെ
ജ്യോതിഷികൾ സാധാരണയായിട്ട് കണക്കാക്കാറ് വ്യാഴവട്ടങ്ങളിലാണ്. വ്യാഴത്തിൻ്റെ ഒരു ഭ്രമണകാലം 12 വർഷം. ഇത് വച്ചിട്ട് ആവർത്തിച്ച് വരുന്ന ഗ്രഹനിലകളെ കണക്കാക്കി നമുക്ക് ദശകൾ സങ്കല്പിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രവചിക്കുകയാണ്. ഒരാളുടെ പൊതുവായ ആരോഗ്യത്തെക്കുറിച്ചോ മാനസികാവസ്ഥയെക്കുറിച്ചോ ഒക്കെ വല്ലതുമൊക്കെ നിരൂപിക്കാം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇയാൾക്ക് എന്നാണ് എൻട്രൻസ് കിട്ടുക എന്നോ ഇയാൾക്ക് എപ്പോഴാണ് ഇയാളുടെ കണ്ണട റിപ്പയർ ചെയ്യേണ്ടി വരിക എന്നോ ഒന്നും ഈ ഒരു പ്രത്യേക രീതിയിൽ കണക്കാക്കാൻ കഴിയില്ല എന്ന് നമുക്ക് നിശ്ചയമായിട്ടും കാണാൻ പറ്റും. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിന്. പക്ഷേ നമ്മൾ എന്ത് കാര്യത്തിനും ജ്യോതിഷം മതി നിശ്ചയിക്കുകയാണ്. പഴയ കാലം തൊട്ട് ഡെൽഫിക് ഒറാക്കിളിൻ്റെ കാലം തൊട്ട് വെളിച്ചപ്പാടുകളുടെ കാലം തൊട്ട് നമുക്ക് ഇത് നമ്മുടെ കൂടെയുള്ള ഒരു പ്രവചന ശ്രമം ആണ്. അത് പിന്നെ കുറച്ച് ജ്യോതിശാസ്ത്രവും ഒക്കെ നമ്മൾ പഠിച്ചുണ്ടാക്കിയപ്പോൾ ജ്യോതിശാസ്ത്രം എന്ന ഒരു ശാസ്ത്രശാഖയുടെ വെളിച്ചവുമായി ബന്ധപ്പെട്ട് കാലഗണനയായി കണക്കുകളൊക്കെ കൂട്ടി ബോധ്യപ്പെടുത്താനുള്ള ഒരു വഴി കൂടിയായപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി ചെയ്യാൻ. പക്ഷെ ഇപ്പോൾ പിന്നെ ജ്യോതിശാസ്ത്രം പോലും വേണ്ട എന്നൊരവസ്ഥയുണ്ട്. ഒരു വെറ്റില മതി, അതിൽ കുറച്ച് എണ്ണവിളക്കിൻ്റെ കരി പുക പതിപ്പിച്ചിട്ട് അതിൽ നോക്കിയിട്ട് ഭാവി പറയും. അതാണ് വെറ്റില ജ്യോതിഷം എന്ന് പറയുന്നത്. വേറൊരു ജ്യോതിഷമുണ്ട്, നാഡി ജ്യോതിഷം. ഒരു ഗ്രന്ഥം അവിടെയുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. പക്ഷെ അത് നോക്കി വായിക്കാൻ അവിടെയുള്ള ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളവിടെ ചെന്നാൽ അങ്ങനെ ഗ്രന്ഥം എടുത്ത് വെച്ചിട്ട് അതിൽ നോക്കി വായന തുടങ്ങും. വായിക്കുന്നത് നമ്മുടെ ജീവചരിത്രമാണ്. പക്ഷേ നമ്മുടെ നാളും പേരും ഒക്കെ പറയുന്നതും വീട്ടുപേരൊക്കെ പറയുന്നതും ഭാര്യയുടെ പേരൊക്കെ പറയുന്നതുമൊക്കെ ഇപ്പോൾ ഉള്ള അവസ്ഥയിലായിരിക്കില്ല. അതൊക്കെ അതിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കേണ്ട ഒരു രീതിയിലായിരിക്കും. എങ്ങനെയായാലും പറഞ്ഞു വരുമ്പോൾ ഉള്ളതൊക്കെ ശരിയാണ് എന്ന് നമുക്ക് തോന്നത്തക്ക രൂപത്തിലായിരിക്കും ആ പറച്ചിൽ. കൃത്യമായി നാടി നോക്കി എൻ്റെ മുഴുവൻ ജീവിതവും പറഞ്ഞു എന്ന് നമ്മൾ പറയും. സത്യത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വായിൽ തോന്നിയതൊക്കെ അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം ധരിച്ചാൽ മതി. ഇങ്ങനെ 100,000 ജ്യോതിഷങ്ങൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പണം കൊടുത്താൽ ലഭ്യമാണ്. ഓൺലൈനായിട്ടും ജ്യോതിഷം കിട്ടും. ഇപ്പോൾ വന്ന് കമ്പ്യൂട്ടർ അടക്കം ജാതകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതായത് ഗ്രഹനില അതിനകത്തോട്ട് എഴുതി കൊടുത്താൽ, ജനന സ്ഥലം സമയം എഴുതി കൊടുത്താൽ ഇയാളുടെ മരണം വരെയുള്ള ജീവിതം കൃത്യമായിട്ട് പറയും എന്നാണ് വച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ കമ്പ്യൂട്ടർ ജാതകം ആയതുകൊണ്ട് പലർക്കും പഴയ ആളുകൾക്ക് തൊഴിലില്ലാണ്ടായിട്ടുണ്ട്. ഈ ജാതകം ഭയങ്കര ദ്രോഹമുള്ള ഒരു കാര്യമാണ് വാസ്തവത്തിൽ. എൻ്റെ അനുഭവം ഞാൻ പറയാം. ഒരിടയ്ക്ക് കുറച്ച് കൊല്ലം മുമ്പ് എൻ്റെ വീട്ടിൽ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒക്കെ മുൻപില്ലാത്ത അത്ര ഭക്തി കാണാൻ തുടങ്ങി. കൂടെ അമ്പലത്തിൽ പോവും, കൂടെ വഴിപാടുകൾ കഴിക്കും. അവർ തമ്മിൽ ഇങ്ങനെ എന്തോ കുശു എന്ന് പറയുന്നുണ്ട്. അവർക്ക് കൂടുതൽ ഭീതിയുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ദിവസം ചെല്ലുന്തോറും ഇത് മുറുകി വന്നു. ചോദിച്ചിട്ട് രണ്ടുപേരും ഒന്നുമൊട്ട് പറയുന്നുമില്ല, വിഷയം മാറ്റും. ഒന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ വളരെ വിഷമിച്ച് ചിരിക്കും. അങ്ങനെ ഒരു ദിവസം രാവിലെ രണ്ടുപേരും കൂടി നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി ഒരുപാട് വലിയ വഴിപാടുകളൊക്കെ കഴിച്ച് മടങ്ങി വന്ന് കുറച്ച് പ്രസാദമൊക്കെ കൊണ്ടുവന്ന് എൻ്റെ നെറ്റിയിലൊക്കെ ചാർത്തി ആ പൂവൊക്കെ എൻ്റെ തലയിലും ചെവിക്കിടയിലും ഒക്കെ വെച്ച് സന്തോഷമായിട്ട് എന്നോട് പറഞ്ഞു, കഴിഞ്ഞു പോയി എന്ന്. എന്ത് കഴിഞ്ഞു പോയി എന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ ജാതകത്തിൽ എൻ്റെ മരണസമയം കഴിഞ്ഞു പോയി. 61 വയസ്സും 11 മാസവും 10 ദിവസവും മാത്രമേ എൻ്റെ ജാതകത്തിൽ എനിക്ക് ആയുസ്സുള്ളൂ. ശേഷം ചിന്ത്യം എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. ഈ ജാതകം അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. അമ്മ അത് യാദൃശ്ചികമായി ഭാര്യയെ കാണിച്ചു. ഇരുവരും ചേർന്നിരുന്ന് വായിച്ചു നോക്കി. ആരെക്കൊണ്ടോ അത് വായിപ്പിക്കുക കൂടി ചെയ്തു. അതിൻ്റെ സ്ഥിരീകരിച്ചു. പിന്നെ പറയാനുണ്ടോ കാര്യം? ഈ ഒരു അന്തരാള ഘട്ടത്തിലാണ് ഈ അമ്പലത്തിൽ പോകും വിശേഷ ഭക്തിയും ഒക്കെ തുടങ്ങുന്നത്. നല്ല കാലത്തിന് ഹോമവും ധ്യാനവും ഒന്നും തുടങ്ങിയില്ല. ഏതായാലും ഇന്ന് വരെ 81 വയസ്സ് കഴിഞ്ഞു എനിക്ക്.
ഇതുവരെ ഞാൻ കൃത്യമായി ജീവിച്ചു പോന്നു എന്നുള്ളത് ഈ ജാതകം ഒരു കണക്കിനും ശരിയല്ല എന്നുള്ളതിന് 100% തെളിവാണല്ലോ. അതിൽ കൂടുതൽ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, പറയേണ്ട കാര്യമുണ്ട് എന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഭാവിയെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതും, നമ്മുടെ ഭാവി അറിയാൻ അത്യാവശ്യമാണെങ്കിൽ, സമയവും കഴിവും പരിശ്രമിക്കാൻ തയ്യാറുമുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ അന്തരാത്മാവിലേക്ക് ഇറങ്ങി നിന്ന് ധ്യാനിച്ച് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് ചില ധാരണകളും സൂചനകളും ഉള്ളിൽ നിന്ന് എടുക്കാൻ കഴിയും എന്ന് ഞാൻ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയാം. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിന്. തന്നെയല്ല, ചില ആളുകൾ ധ്യാനം കൊണ്ട് മഹർഷി തുല്യമായ നിലവാരത്തിലെത്തിയ ചിലരെ ഇതൊന്നും കൂടാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയായിത്തീരുന്നു എന്ന അനുഭവവും ഉണ്ട്. അമ്മ ഒരിക്കൽ പറയുകയുണ്ടായി, എനിക്കൊരു അക്കാഡമി അവാർഡൊക്കെ കിട്ടി. ഞാൻ അമ്മയുടെ ഇടയ്ക്ക് സന്തോഷമായിട്ട് ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇതിലൊരു അത്ഭുതമില്ല, എൻ്റെ മുത്തച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നീ അക്ഷരം കൊണ്ട് പുലർന്നോളും എന്ന്. ജാതകത്തിൽ അതില്ല, നോക്കണം. ആരും എഴുതിയതാണോ എനിക്കറിയില്ല. എന്തായാലും മുത്തച്ഛൻ എഴുതി വെച്ച ജാതകമല്ല, അദ്ദേഹം ജാതകം എഴുതാറില്ല. എപ്പോൾ എഴുതിച്ചതാണെന്നും അറിയില്ല. മുത്തച്ഛൻ്റെ കാലശേഷം എഴുതിച്ചതായിരിക്കാം ചിലപ്പോൾ. അദ്ദേഹം അത് അനുവദിക്കാറില്ലായിരുന്നു. ഇങ്ങനെ മറ്റു പലരുടെ കാര്യത്തിലും മുത്തച്ഛൻ്റെ അറിവിനെ സംബന്ധിച്ചല്ല, വേറെ പലരുടെയും അറിവിനെ സംബന്ധിച്ചും കഴിവിനെ സംബന്ധിച്ചും ഞാൻ പറഞ്ഞു കേൾക്കാറും ഉണ്ട്. അതുകൊണ്ട് നന്നായി ധ്യാനിക്കുന്ന ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഓർക്കാപ്പുറത്താണ് പറയുന്നതെങ്കിൽ പോലും അത് ശരിയായി വരാം എന്ന ഒരു സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ, ഇന്ന് ഭൂമിയിൽ നടക്കുന്ന ജ്യോതിഷത്തിൻ്റെ പേരിലുള്ള എല്ലാ തട്ടിപ്പിനെയും ശരിവയ്ക്കുകയാണ് എന്ന് വിചാരിക്കരുത്. അപൂർവമായ കാര്യമാണ് ഇത്, പൊതുവായി നടപ്പുള്ളതല്ല എന്നർത്ഥം. അതുകൊണ്ട് ഇങ്ങോട്ട് വരൂ, ഞാൻ നിങ്ങളുടെ ഭൂതവും വർത്തമാനവും ഭാവിയും ഒക്കെ പറഞ്ഞു തരാം എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ സമയമാകുമ്പോൾ ഞാൻ വരാം. ഇപ്പോൾ എൻ്റെ ഭാവി എനിക്ക് അസ്ഥിരമായിട്ട് അറിയാം. ഞാൻ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെന്താണെന്ന് വെച്ചാൽ നല്ല കാലത്തെ ഗുണം വരും എന്നാണ് എന്ന് അദ്ദേഹത്തോട് വളരെ വളരെ ദയാപുരസ്സരം സൗമ്യമായി മറുപടി പറയുക.